നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അവനെ കൊന്നതാണെന്നുള്ളത് തന്നെ എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. അല്ല, അടുത്തെന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘമെന്ന സംശയം ബലപ്പെടുന്നുവെന്ന് കുടുംബം. നിയമ പോരാട്ടത്തിൽ ഇതുവരെ നീതി ലഭിച്ചില്ലെന്ന് അച്ഛൻ. വിശദമായി ആസൂത്രണം ചെയ്ത കൊലപാതകമെന്ന് ബന്ധു പ്രിയ. ഇതിനു മുൻപും അർജുന്റെ പേരിലുള്ള കേസുകളിൽ ആള് ഡ്രൈവർ ആയിരുന്നു, കവർച്ചാ സംഘത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ആയിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഹി സ്പെഷ്യലൈസ്ഡ് ഇൻ ദിസ് ഏരിയ. ബാലഭാസ്കറിന്റെ ഭാര്യ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നും ചോദ്യം. ഹേമ കമ്മിറ്റിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമെതിരെ നടി മാല പാർവതി. കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് താരം സുപ്രീംകോടതിയിൽ. 2 FIR ആണ് ഇട്ടേക്കുന്നതെന്ന് അറിഞ്ഞത്. ഞാൻ അവരോട് എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമെന്ന് എഴുതി കൊടുത്തു. എൻ്റെ പേപ്പറും എൻ്റെ കയ്യിലുണ്ട്, കടലാസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എഴുതി കൊടുത്ത മൊഴിയുടെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. സൗബിൻ ഷാഹിറിന് കുരുക്ക് മുറുകുന്നു. 60 കോടി രൂപയുടെ നികുതി വെട്ടിച്ചതായി കണ്ടെത്തി. ചോദ്യം ചെയ്യലിന് ആദായ നികുതി വകുപ്പ് ഒരുങ്ങുന്നു. ക്ഷേമ പെൻഷൻ വാങ്ങിയവരിൽ BMW കാർ ഉള്ളവർ വരെ. മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡിൽ പെൻഷൻ വാങ്ങുന്ന 42-ൽ 38 പേരും അനർഹർ. അന്വേഷണം വിജിലൻസിന്. പത്തനംതിട്ടയിൽ ഗർഭിണിയായതിനെ തുടർന്ന് +2 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സഹപാഠി അറസ്റ്റിൽ. വീട്ടിലെത്തി പീഡിപ്പിച്ചെന്ന് മൊഴി. 18 വയസ്സുകാരൻ കുറ്റം സമ്മതിച്ചു. പിടിയിലായത് ആലപ്പുഴ നൂറനാട് സ്വദേശി. ആലപ്പുഴയിൽ ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ പുതിയ പരാതി. പ്രസവത്തിൽ തോളെല്ലും ഞരമ്പുകളും തകർന്നതായി രക്ഷിതാക്കൾ. പരാതി നൽകിയിട്ടും ആശുപത്രി അധികൃതർ തുടർ നടപടിയെടുത്തില്ല. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ കുഞ്ഞിനെ പരിശോധിച്ച് വിദഗ്ധ സംഘം. ICC ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്കില്ല. ടീമിന്റെ സുരക്ഷയാണ് പ്രധാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം. വേദി മാറ്റുന്നതിനോട് യോജിക്കാതെ PCB. നിർണായക ICC യോഗം പുരോഗമിക്കുന്നു. വാർത്തയിലേക്ക് വിശദമായി. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് അച്ഛൻ KC ഉണ്ണി. ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായതോടെ കൊലപാതകമാണെന്ന സംശയം ബലപ്പെട്ടതായി കുടുംബം പറയുന്നു. നിയമ പോരാട്ടത്തിൽ ഇതുവരെ നീതി ലഭിച്ചില്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘത്തെ സംരക്ഷിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെയും CBIയുടെയും ശ്രമമെന്നും പിതാവ് കുറ്റപ്പെടുത്തി. ആദ്യം പോലീസ്, പിന്നീട് ക്രൈംബ്രാഞ്ച്, ഒടുവിൽ CBI. അന്വേഷണം 3 തലങ്ങളിൽ നടന്നിട്ടും നിഗമനം ഒന്നുതന്നെ. 2018 സെപ്റ്റംബർ 25-ന് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകളുടെയും അപകടമരണത്തിന് വഴിവെച്ചത് ഡ്രൈവർ അർജുന്റെ അമിത വേഗതയും അശ്രദ്ധയും. പക്ഷേ ഈ നിഗമനങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന വിവരങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ അറസ്റ്റിലായതോടെ വ്യക്തമാകുന്നതെന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ. അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. ധാരണയിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവന്റെ പേരിൽ. സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങിയാണ് ക്രൈംബ്രാഞ്ചും CBIയും അന്വേഷണം അട്ടിമറിച്ചതെന്നും ആരോപണം. ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു വലിയ സംഘമാണ്. അവരെ സംരക്ഷിക്കാനല്ല അവനെന്തിനാ വഴങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാ പറയണേ. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുമായി കുടുംബത്തിന് ഒരു ബന്ധവുമില്ല. ഫോണിൽ വിളിച്ചാൽ പോലും അവർ പ്രതികരിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മളോട് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക്, പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ടേംസ് മോശമൊന്നുമല്ല, വേറെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. CBI കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിലും ബാലഭാസ്കറിന്റെ മരണം സംബന്ധിച്ച പുതുതായ കണ്ടെത്തലുകൾ ഒന്നുമില്ലെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ ആരോപണങ്ങളുമായി മറ്റ് ബന്ധുക്കളും രംഗത്തെത്തുകയാണ്. വിദഗ്ധമായി അപകടം ആസൂത്രണം ചെയ്ത് സ്വർണം പൊട്ടിക്കൽ നടത്താൻ അർജുന് കഴിയുമെന്ന് പെരിന്തൽമണ്ണ സംഭവത്തോടെ വ്യക്തമായതായി ബാലഭാസ്കറിന്റെ ബന്ധു പ്രിയ വേണുഗോപാൽ. ഒപ്പമുണ്ടായിരുന്ന ക്രിമിനലുകളെക്കുറിച്ച് അറിയാൻ ബാലുവിന് കഴിയാതെ പോയി.
ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി എന്തുകൊണ്ടാണ് ഈ ദുരൂഹതകളിൽ പ്രതികരിക്കാത്തതെന്ന് അറിയില്ലെന്നും പ്രിയ വേണുഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സ്വർണം തട്ടിക്കലോ അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലോ എന്ന് ടെക്നിക്കലി പറയുന്ന പോലെ അങ്ങനെ ഒരു കാര്യത്തിന് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെന്നുള്ളത് വ്യക്തമായല്ലോ ഇപ്പോൾ ഈ ഒരു കേസോടുകൂടി. ഇതിനു മുൻപും അർജുൻ്റെ പേരിലുള്ള കേസുകളിൽ ആൾ ഡ്രൈവർ ആയിരുന്നു, കവർച്ചാ സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ആയിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഹീ സ്പെഷ്യലൈസ്ഡ് ഇൻ ദിസ് ഏരിയ, ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആക്സിഡൻറ്റിൽ അർജുനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ്. പെരിന്തൽമണ്ണ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ബാലുവിന്റെ മരണത്തിനിടയാക്കിയ അപകടം സംബന്ധിച്ച് ദുരൂഹത ആവർത്തിച്ച് കുടുംബാംഗങ്ങൾ വീണ്ടും രംഗത്തെത്തുന്നത്. പൂന്തോട്ടം റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് അർജുന്റെ കുടുംബവുമായി ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും ബന്ധമുണ്ടായിരുന്നതെന്നും അർജുനെ ബാലുവിനൊപ്പം അയച്ചത് സ്വഭാവം നന്നാക്കിയെടുക്കാൻ ആയിരുന്നെന്നും ഗായിക കൂടിയായ പ്രിയ വേണുഗോപാൽ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ബാലഭാസ്കറിന്റെ കുടുംബവുമായി വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന പാലക്കാട് പൂന്തോട്ടം ആയുർവേദ ആശ്രമത്തിലെ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിലാണ്. വളരെ ചെറുതിലെ മുതലേ അർജുനെ ആ രീതിയിൽ പരിചയമുള്ള ഒരു ആളാണ് ബാലഭാസ്കർ. അപ്പോൾ ബാലുച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി അഫെയർ ആണ്, ഒരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള കൺസിഡറേഷനാണ്. അപ്പോൾ ഈ കുട്ടിയെ നന്നാക്കണം, ഇങ്ങനെ വഴിതെറ്റി പോകുന്നു എന്ന് പറഞ്ഞ ആ ഫാമിലി തന്നെ ബാലുച്ചേട്ടനെ ഏൽപ്പിച്ചു. ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ആരോപണ വിധേയരുടെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടായിരുന്നത് അച്ഛൻ ചോദ്യം ചെയ്തതോടെ ബാലുവിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കിവിട്ടെന്നും പ്രിയ ആരോപിച്ചു. CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തുടരന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം അർജുനെതിരായ ആരോപണങ്ങൾ CBI സംഘത്തെ നിയമപരമായി അറിയിക്കുമെന്നും പ്രിയ വേണുഗോപാൽ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിന് ധനവകുപ്പിന്റെ നിർദ്ദേശം. കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡിൽ പെൻഷൻ വാങ്ങുന്ന 42-ൽ 38 പേരും അനർഹരെന്ന് കണ്ടെത്തി. BMW കാർ ഉള്ളവരും ആഡംബര വീടുകളുള്ളവരും പെൻഷൻ വാങ്ങുന്നുണ്ട്. പെൻഷൻ പട്ടികയിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്താനുള്ള ധനവകുപ്പിന്റെ തുടർ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡിൽ 4 പേർ മാത്രമാണ് പെൻഷന് അർഹതയുള്ളവർ. ലക്ഷങ്ങൾ വിലയുള്ള BMW കാറുള്ളവരും എയർ കണ്ടീഷണർ ഉൾപ്പെടെയുള്ള ആഡംബര വീടുകളിൽ കഴിയുന്നവരും 1600 രൂപ പ്രതിമാസ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഭാര്യയും ഭർത്താവും സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത്. കോട്ടയ്ക്കൽ നഗരസഭയിലെ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കളുടെയും പട്ടിക വീണ്ടും പരിശോധിക്കും. ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ അർഹത സംബന്ധിച്ചും പരിശോധനയുണ്ടാകും. അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ടതിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെ സഹായമുണ്ടെന്നും ധനവകുപ്പ് തിരിച്ചറിയുന്നു. അതിനാലാണ് വിജിലൻസ് അന്വേഷണ ശുപാർശ. പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചവർ എന്നിവർക്കെതിരെ അന്വേഷണമുണ്ടാകും. വകുപ്പ് തലത്തിലും ഇവർക്കെതിരെ നടപടിയുണ്ടാകും. അന്വേഷണ പുരോഗതി കൃത്യമായി അറിയിക്കാനും ധനമന്ത്രി KN ബാലഗോപാൽ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. എന്തായാലും തെറ്റായ രേഖകൾ ചമയ്ക്കുകയോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക. അതിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ്. അവരത് നോക്കണം. അതിൻ്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനകത്ത് പരിശോധിക്കാനുണ്ടോ നോക്കണം. പിന്നെ ഈ ആളുകളോട് വിശദീകരണം ചോദിക്കണം, കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരു നടപടിക്രമമല്ലേ ഇത്. അതത് വകുപ്പുകളോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതങ്ങോട്ട് കൈമാറാൻ വേണ്ടി ഫയൽ പോയിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു നടപടി കൃത്യമായി ഉണ്ടാകുന്നു എന്ന് ധനവകുപ്പ് അതിന്റെ തുടർച്ചയായിട്ട് ആ കാര്യം ഉറപ്പുവരുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകളുടെ യോഗ്യതാ നിബന്ധനകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയാണ് വൻ ക്രമക്കേടിന് വഴിവെച്ചത്. 2017-നും 2020-നും ഇടയിൽ 9021 പേർ ചട്ടവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായാണ് CAG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. യോഗ്യതയില്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്രമരഹിതമായി വിതരണം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് വൻ നഷ്ടമുണ്ടായതായും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ഉപജീവനത്തിന് മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കാവൂ എന്നാണ് ചട്ടം. ഇതിന് സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഇങ്ങനെ: അപേക്ഷകൻ കേന്ദ്ര സർക്കാരിൽ നിന്നോ മറ്റ് സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ ശമ്പളം, പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ സ്വീകരിക്കുന്ന ആളായിരിക്കരുത്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച ആളായിരിക്കരുത്.
പെൻഷൻ, കുടുംബ പെൻഷൻ തുടങ്ങിയവ സ്വീകരിക്കുന്ന ആളാകരുത്. ഇതിനു പുറമെ ആദായ നികുതിദായകനാകരുത് എന്നും സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ വ്യവസ്ഥകൾ ഇങ്ങനെയായിരിക്കെ സർക്കാർ ജീവനക്കാരോ സർവീസ് പെൻഷൻകാരോ താൽക്കാലിക ജീവനക്കാരോ ആണെന്ന വസ്തുത മറച്ചുവെച്ച് നിരവധി പേർ ക്രമരഹിതമായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായി അംഗീകാരം നേടി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് CAG റിപ്പോർട്ടിലെ പരാമർശം. 2017-നും 2020-നും ഇടയിൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പട്ടിക സംബന്ധിച്ച ഡാറ്റയുമായി സേവന പെൻഷൻ സോഫ്റ്റ്വെയറിന്റെ ലഭ്യമാക്കിയ ഡാറ്റ താരതമ്യം ചെയ്തതിലൂടെ 9,201 സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും ക്രമരഹിതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതായാണ് കണ്ടെത്തൽ. ഇതിലൂടെ 39.27 കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് അനാവശ്യമായി ചെലവായത്. 2000 മുതലുള്ള ക്രമവിരുദ്ധമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കണക്കിലെടുക്കുകയാണെങ്കിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച് നടി മാല പാർവതി. മൊഴി നൽകിയ സമയത്ത് കേസിന് താൽപര്യമില്ലെന്ന് പറഞ്ഞിരുന്നതാണെന്ന് മാല പാർവതി പറയുന്നു. അതേസമയം സുപ്രീംകോടതിയിൽ നടി നൽകിയ ഹർജി അപ്രസക്തമാണെന്ന് WCC ചൂണ്ടിക്കാട്ടി. ഹർജിയിൽ കക്ഷി ചേരാൻ സംഘടന അപേക്ഷ നൽകി. ഹേമ കമ്മിറ്റി കാട്ടിയത് വിശ്വാസവഞ്ചനയാണെന്നാണ് നടി മാല പാർവതിയുടെ നിലപാട്. സിനിമാ രംഗത്ത് തങ്ങൾക്കുണ്ടായ ദുരനുഭവമാണ് മൊഴിയായി പലരും നൽകിയത്. മറ്റുള്ളവർക്കുണ്ടായ കേട്ടറിവുകളും പറഞ്ഞിരുന്നു. എന്നാൽ കേസിന് താൽപ്പര്യമില്ലെന്ന് അന്നേ ഹേമ കമ്മിറ്റിയോട് താൻ പറഞ്ഞതാണ്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുകയും മൊഴിയെടുപ്പുകളുടെ ഭാഗമായി നിരപരാധികളെ അപമാനിക്കുകയുമാണെന്ന് മാല പാർവതി ആരോപിക്കുന്നു. വലിയൊരു ധർമ്മസങ്കടം സംഭവിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമാ മേഖലയിൽ സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ ആശാസ്യമല്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ള നടി ആക്രമിക്കപ്പെട്ടപ്പോൾ മുതലുണ്ടായ ഒരു സ്ത്രീകളുടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായ കമ്മിറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മളെ വിളിച്ച് നമ്മുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സത്യസന്ധമായി നമുക്കറിയാവുന്നതും നമുക്ക് അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതൊരു പരാതിയായിരുന്നില്ല, അതൊരു കേസ് കൊടുക്കലായിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. നമ്മൾ അനുഭവം തുറന്നു പറയലായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ട് നമുക്ക് നാളെ ഒരു നിയമമൊക്കെ ഉണ്ടാകും അതിനു വേണ്ടിയുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയാണ് മൊഴി കൊടുത്തത്. അതിനുശേഷം പിന്നീടുണ്ടായ ബഹളം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇഷ്യൂസൊക്കെ ആയിട്ട് ഹൈക്കോടതി ഇടപെട്ടു. ഇതെല്ലാം തന്നെ FIR ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ FIR ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഞാൻ SIT എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് എന്ന് പറഞ്ഞു, എനിക്കിത് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം ഇത് നമുക്കിതിനകത്ത് എന്താ വേണ്ടത്? നാളെ ഒരു സിനിമയിൽ ഒരു കോൺട്രാക്റ്റ് വയ്ക്കുമ്പോൾ അൺവാണ്ടഡ് ടച്ച് ഒഴിവാക്കണം ആക്ടേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും അല്ലെങ്കിൽ പ്രൊഡക്ഷനും ഒന്നും ബന്ധപ്പെട്ട ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലായിരുന്നു. ഷോർട്ടിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് ഒരാൾ ഗ്രൂപ്പ് ചെയ്തൊരു ഇൻസിഡൻ്റാണ്. അപ്പോൾ അതുപോലെ ഹിയർസേ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 FIR ആണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടേക്കുന്നത്. രണ്ടും ഇന്ന് റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് കേസ് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. കേസിന് താല്പര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നടി. ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെയാണ് ഹർജി. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതിനാൽ മാല പാർവതിയുടെ ഹർജി അപ്രസക്തമായെന്ന് WCC അഭിഭാഷക സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും സംസ്ഥാന വനിതാ കമ്മീഷനും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി WCCയും സുപ്രീം കോടതിയിലെത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. പറവ ഫിലിംസിൽ വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതോടെ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന് കുരുക്കുമുറുകുന്നു. പരിശോധനയിൽ 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയതിന് പിന്നാലെ സൗബിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ആദായ നികുതി വകുപ്പ്. സൗബിന്റെ വീട്ടിൽ 24 മണിക്കൂറിനിടെ 2 തവണയാണ് റെയ്ഡ് നടന്നത്. സിനിമാ വിതരണ നിർമ്മാണ കമ്പനികളിൽ പരിശോധന തുടരുമെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി. പറവ, ഡ്രീം ബിഗ് ഫിലിംസ് എന്നീ കമ്പനികൾ നടത്തിയ പരിശോധനയിലാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. ഈ 2 നിർമ്മാണ കമ്പനികൾക്കും പണം ഫണ്ട് ചെയ്യുന്നതിന്റെ സ്രോതസ് ഒന്ന് തന്നെയെന്നാണ് സൂചന. 24 മണിക്കൂറിനിടെ 2 തവണയാണ് നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന്റെ വീട്ടിലുൾപ്പെടെ റെയ്ഡ് നടന്നത്. സിനിമാ നിർമ്മാണ കമ്പനികളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചാണ് പ്രധാന പരിശോധന. 2 നിർമ്മാണ കമ്പനികൾക്കും കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നു.
പറവ ഫിലിംസിലെ ഇൻകം ടാക്സ് റെയ്ഡിൽ 60 കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം സംബന്ധിച്ച സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. സിനിമ 148 കോടിയിലേറെ രൂപ വരുമാനമുണ്ടാക്കി. എന്നാൽ 44 കോടി രൂപ ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്നത് അടച്ചില്ല. 32 കോടി രൂപ ചിലവ് കാണിച്ചു. ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പ്. നികുതി റിട്ടേൺ സമർപ്പിച്ചിരുന്നില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വിതരണവുമായി ബന്ധപ്പെടുത്തിയാണ് ഡ്രീം ബിഗ് വിതരണ സ്ഥാപനത്തിലും റെയ്ഡ് നടന്നത്. പരിശോധനയിൽ പറവ ഫിലിംസ് യഥാർത്ഥ കണക്കുകൾ നൽകിയില്ലെന്നാണ് ആദായ നികുതി വകുപ്പിൽ നിന്നും ലഭ്യമായ വിവരം. ന്യൂസ് 18 കൊച്ചി. അസാധാരണ അംഗവൈകല്യത്തോടെ കുട്ടി ജനിച്ചതിൽ ആരോപണ വിധേയായ ഡോക്ടർക്കെതിരെ വേറെയും പരാതി. ഡോക്ടർ പുഷ്പ എടുത്ത പ്രസവത്തിൽ കുഞ്ഞിന്റെ തോളെല്ലും ഞരമ്പുകളും തകർന്നതായി രക്ഷിതാക്കൾ പറയുന്നു. 1.5 വയസ്സുള്ള കുട്ടിയുടെ കൈ ഭാഗികമായി തളർന്ന നിലയിലാണ്. കുട്ടിയുടെ അമ്മ അശ്വതിയുടെ ചികിത്സയിലും പിഴവുണ്ടായി. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതി നൽകിയിട്ടും ആശുപത്രി അധികൃതർ തുടർ നടപടി എടുത്തില്ല. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിനിടയിൽ നവജാത ശിശുക്കളുടെ കൈയൊടിയുന്നു എന്ന ഗുരുതര ആരോപണം നിലനിൽക്കെയാണ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഭാഗികമായി തളർന്ന കൈയുള്ള കുഞ്ഞുമായി പരാതിയുമായി വിഷ്ണുവും അശ്വതിയും എത്തുന്നത്. 1.5 വയസ്സുകാരൻ വിഹാൻ ഈ കഴിഞ്ഞ കാലമത്രയും കടന്നുപോയത് വലിയ വേദനകളിലൂടെയാണെന്ന് കുടുംബം പറയുന്നു. ഞാൻ ചോദിച്ചു കുഞ്ഞിന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് വാക്യൂം ഡെലിവറി എടുത്തപ്പോൾ സംഭവിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 9-ാം മാസം ആര് പറഞ്ഞു? അവിടുത്തെ ഡോക്ടർ അപ്പം ഞാൻ പറഞ്ഞു 9-ാം മാസത്തെ സ്കാനിംഗ് വരെ അവന് യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൈയെടുത്ത് ഞാൻ ടേബിളിൽ വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ സെയിം ഇഞ്ചറി തന്നെ എനിക്കും വന്നിരിക്കുന്നത്, ബ്രേച്ചൽ പ്ലക്സസ് ഇഞ്ചറി ആണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ആ ബ്രേച്ചൽ പ്ലക്സസ് ഇഞ്ചറിയാണ്, എക്സ്പയർസി ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് റിക്കവർ ആവുമെന്ന് വെച്ചാൽ 3 മാസം ഇല്ല 6 മാസത്തിനുള്ളിൽ റിക്കവർ ആവുമെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഇവര് നേരെ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞ് ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടാന്ന് പറഞ്ഞു. പുഷ്പ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നേരെ നിങ്ങളോട് പറഞ്ഞു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നിട്ട് നേരെ എങ്ങനെ ഒടിഞ്ഞു എന്ന് അവരോട് ചോദിച്ചില്ലേ? കുട്ടിയുടെ കൈ ചോദിച്ചപ്പോൾ പറഞ്ഞ് വാക്യൂം ഡെലിവറി വഴി എടുത്തപ്പോൾ സംഭവിച്ചാണെന്നാണ് പറഞ്ഞു. പ്രസവ സമയത്ത് ശക്തമായ ബലം കഴുത്തിനും തോളിനുമിടയിൽ വർദ്ധിപ്പിക്കുമ്പോൾ നാഡീഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുകയോ നീണ്ടുപോവുകയോ ചെയ്യുന്നു. ബ്രാച്ചിയൽ പ്ലെക്സസ് ഞരമ്പുകളാണിവ. ഒരുപക്ഷെ വലിയുടെ ആഘാതത്തിൽ ഈ നാഡികളുടെ വേരുകൾ തന്നെ സുഷുമ്ന നാഡിയിൽ നിന്നും പിഴുതെടുക്കപ്പെടുന്നു. കേടായ ഞരമ്പുകൾ മോശമായി സംവേദനം നടത്തുകയും പേശികളുടെ ചലനത്തെ ദുർബലമാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പ്രസവ സമയത്ത് വിഹാനെ ഡോക്ടർ പുഷ്പ വാക്വം ചെയ്തെടുക്കുന്നതിനിടയിലാണ് ഞരമ്പുകൾ തകർന്നതെന്ന് ചികിത്സാരേഖകൾ വ്യക്തമാക്കുന്നു. സമാനമായ പരാതി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എല്ലാ ദിവസവും കരച്ചിലും ബേളമായിരുന്നു. അല്ല, അപ്പൊ നിങ്ങൾ WNC അന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു? റെഫർ ചെയ്തു. ഇവിടെ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തായിരുന്നു. ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തപ്പോഴാണ് പറഞ്ഞത് സ്ലിംഗ് ഇടാൻ പറഞ്ഞു, കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. പ്രസവിച്ച ഉടൻ തന്നെ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഡിസ്ചാർജ് സമ്മറിയിലടക്കം ഇക്കാര്യങ്ങളൊന്നും ആശുപത്രി അധികൃതർ രേഖപ്പെടുത്തിയില്ല. പ്രസവശേഷം സ്റ്റിച്ച് പൂർത്തിയാക്കാതെ വീട്ടിലേക്ക് മടങ്ങിയ ഡോക്ടർ തനിക്ക് രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം മടങ്ങിയെത്തിയാണ് തുന്നൽ പൂർത്തിയാക്കിയതെന്നും അശ്വതി പറയുന്നു. ആദ്യം കുട്ടിയെ വാക്യൂമിൽ പുറത്തെടുത്തിട്ട് ഇവര് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ജൂനിയർ ഡോക്ടർമാരാണ് സ്റ്റിച്ച് ഇട്ടത്. എന്നിട്ട് അവരങ്ങും പോയി. ഞാൻ അപ്പോഴത്തേക്കും ആ ലേബർ റൂമിൽ തന്നെ കിടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നഴ്സുമാരും 1-2 സ്റ്റാഫും കൂടി ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ക്ലീൻ ചെയ്യാനായിട്ട് കാല് 2 കൂടി കുത്തിയപ്പോഴത്തേക്കും താഴോട്ട് ബ്ലഡ് പോകുന്നു. അപ്പം എനിക്ക് ഫീലായി എന്തോ നമ്മുടെ ദേഹത്തൂടി താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തപ്പോഴത്തേക്ക് 1-2 നഴ്സുമാർ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അവർ വന്ന് കുറെ കോട്ടൺ എല്ലാമായിട്ട് വന്ന് ഒപ്പുന്നത് കണ്ടപ്പോൾ ഞാൻ കണ്ടു, റെഡ് കളർ കണ്ടു പഞ്ഞിക്കകത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ബ്ലഡ് ആണെന്ന് മനസ്സിലായി. ഈ പുഷ്പ ഡോക്ടറിന്റെ കൂടെ വേറൊരു മെയിൽ ഡോക്ടറും ഫീമെയിൽ ഡോക്ടറും ഉണ്ടായിരുന്നു. ആ മെയിൽ ഡോക്ടറാണ് എന്നോട് വന്ന് പറഞ്ഞത് സ്റ്റിച്ച് കുറച്ച് കൂടുതലുണ്ട്, അത് ഞങ്ങൾ ഇടത്തില്ല, മെയിൽ ഡോക്ടറെ അത് ഇടത്തുള്ളൂ, ഡോക്ടർ വീട്ടിൽ പോയിരിക്കുവാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരും, എന്നിട്ട് ആ സ്റ്റിച്ച് ഇടുമെന്ന് പറഞ്ഞത്. ഒരു അപകടശേഷം കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടയാളാണ് വിഷ്ണു. ഇതിനിടയിലാണ് കുഞ്ഞിനുണ്ടായ ദുരന്തം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിക്ക് പരാതി നൽകിയപ്പോൾ മെഡിക്കൽ ബോർഡ് കൂടിയ ശേഷമേ നടപടിയെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു.
പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയെ തുടർന്ന് ആശ എന്ന ലാബ് ടെക്നീഷ്യൻ മരിച്ച സംഭവം. ഇവയിലെല്ലാം പ്രതിസ്ഥാനത്ത് ഡോക്ടർ പുഷ്പയുടെ പേരായിരുന്നു ഉയർന്നു കേട്ടത്. എന്നാൽ ഈ കേസുകളിലൊന്നും തന്നെ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം എങ്ങുമെത്തിയില്ല. നവജാത ശിശുവിന് അംഗവൈകല്യം സംഭവിച്ച കേസിലും ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പേരിന് മാത്രമാണോ എന്ന് വേണം കാത്തിരുന്ന് കാണാൻ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. അസാധാരണമായ അംഗവൈകല്യത്തോടെ കുട്ടി ജനിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിലവിലെ ഇടപെടലിൽ തൃപ്തിയെന്ന് കുഞ്ഞിന്റെ പിതാവ് അനീഷ്. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം ഉറപ്പു നൽകി. ആശുപത്രിക്കും സ്കാനിംഗ് സെന്ററിനുമെതിരെ നടപടി വേണം. വിശദമായ അന്വേഷണത്തിന് ആരോഗ്യ അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. കുഞ്ഞിനെ വിദഗ്ധ സംഘം വൈദ്യപരിശോധന നടത്തി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിച്ച് തൃപ്പുണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളത്ത് നടന്നു. 15 ആനകൾ ശ്രീവേലിയിൽ അണിനിരന്നു. 3 മീറ്റർ അകലം എന്ന കോടതി മാർഗനിർദ്ദേശം കൃത്യമായി പാലിച്ചാണ് എഴുന്നള്ളത്ത് നടത്തിയത്. അതേസമയം ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ആനകൾ തമ്മിലുള്ള അകലത്തിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 മീറ്റർ അകലം പാലിച്ച് ക്ഷേത്രത്തിൽ എഴുന്നള്ളത്ത് നടന്നു. എല്ലാ വർഷത്തെയും പോലെ 15 ആനകളും ക്ഷേത്രത്തിനകത്ത് അണിനിരന്നു. വനംവകുപ്പ് അധികൃതർ ദൂരപരിധി നിശ്ചയിച്ച സ്ഥാനത്ത് ആനകളെ അണിനിരത്തി. അധികൃതരുടെ മേൽനോട്ടത്തിലാണ് ശീവേലി നടന്നതും. ഹൈക്കോടതി പറഞ്ഞ പ്രകാരമുള്ള നിയമം പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റി. ആചാരാനുഷ്ഠാനം കൃത്യമായി പാലിക്കാനും പറ്റി. അതായത് രണ്ടും കൂടെ സംയോജിപ്പിക്കാൻ വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ഉത്സവത്തിന് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതായത് 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പാണ് ഇവിടുത്തെ ആചാരം. ആ ആചാരം നിലനിർത്താൻ പറ്റി. അതേ സമയത്ത് ആനകൾ തമ്മിലുള്ള അളവുകളും അതുപോലെ ആനയും ആളുകളും തമ്മിലുള്ള അളവുകളും എല്ലാം കൃത്യമായിട്ട് നമുക്ക് പാലിക്കാൻ പറ്റി എന്നുള്ളതിന്റെ സന്തോഷമായിട്ടുള്ള കാര്യം. കൃത്യസമയം നമുക്ക് പാലിക്കാനും പറ്റി എന്നുള്ളതാണ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതിനെ തുടർന്നാണ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടി ശിവേലി നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18, കൊച്ചി. VC നിയമനത്തിൽ ഗവർണർക്കെതിരെ CPM. സംഘപരിവാറിന് വേണ്ടിയാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുള്ള ഗവർണറുടെ നിയമനങ്ങൾ എല്ലാ സീമകളും ലംഘിച്ചുള്ളതാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനത്തിനും ഹൈക്കോടതിയുടെ സ്റ്റേയില്ല. എന്നാൽ ഗവർണറുടെ നിയമന നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ചാൻസലർക്കും താൽക്കാലിക VC സിസ തോമസിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഹർജിയിൽ 3 ആഴ്ചയ്ക്കകം നിലപാട് അറിയിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും നാളെ മണ്ഡലത്തിലെത്തും. രാവിലെ 11-ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന ഇരുവരും മുക്കത്ത് പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. കുരുളായി, വണ്ടൂർ, എടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്ക ഗാന്ധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഞായറാഴ്ച മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളുണ്ട്. അദാനി വിവാദത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ശൈത്യകാല സമ്മേളനത്തിന്റെ 4ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. സഭ തടസ്സപ്പെടുത്താനുള്ള ആയുധമായി ചട്ടം 267-നെ പ്രതിപക്ഷം ദുരുപയോഗം ചെയ്യുന്നതായി രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ വിമർശിച്ചു. ശീതകാല സമ്മേളനം ആരംഭിച്ച തിങ്കളാഴ്ച മുതലുള്ള സാഹചര്യം തന്നെയായിരുന്നു ഇന്നും പാർലമെന്റിൽ. അഴിമതി ആരോപണം നേരിട്ട വ്യവസായി ഗൗതം അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളും സ്തംഭിച്ചു. ചോദ്യോത്തരവേളയുമായി സ്പീക്കർ മുന്നോട്ട് പോയെങ്കിലും പ്രതിഷേധം കനത്തതോടെ ലോക്സഭ ഉച്ചവരെയും പിന്നീട് ഇന്നത്തേക്കും പിരിയുകയായിരുന്നു. സഭ പ്രവർത്തിക്കണമെന്നും ചർച്ചകൾ വേണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി പ്രതിപക്ഷത്തെ വിമർശിച്ച് സ്പീക്കർ ഓം ബിർള. देश की जनता लगातार माननीय सांसदों के बारे में, संसद के बारे में, अपने बारे में चिंता व्यक्त कर रही है. इसलिए मैं आपसे आग्रह करता हूं कि सदन चलाने दें. രാജ്യസഭയിലും സ്ഥിതി സമാനമായിരുന്നു. അദാനി അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള മുഴുവൻ നോട്ടീസും ചെയർമാൻ തള്ളിയതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. മോശം മാതൃകയാണ് പ്രതിപക്ഷം സൃഷ്ടിക്കുന്നതെന്ന് ചെയർമാൻ ജഗ്ദീപ് ധൻകറിന്റെ വിമർശനം. We are creating a very bad precedent. We are dishonoring the people of this country. We are not coming up to the expectations.
Our actions are not people-centric. They are to absolute public distaste. We are getting into irrelevance. People are ridiculing us. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഷാഹി ജുമാ മസ്ജിദിലെ സർവേ നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച് സുപ്രീംകോടതി. പള്ളി കമ്മിറ്റിക്ക് അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ സമയം നൽകണം. അതുവരെ വിചാരണ കോടതി തുടർ നടപടികളുമായി മുന്നോട്ടു പോകരുത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യാൻ ഉത്തർപ്രദേശ് സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരങ്ങൾക്കായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് പോകില്ല. ടീമിന്റെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. മത്സരവേദി സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുന്നതിന് ICC യോഗം ചേരുകയാണ്. ടീമിന്റെ സുരക്ഷയാണ് പ്രധാനമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് BCCI അറിയിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. Indian cricket team participating in Pakistan, the BCCI has issued a statement. So I would refer you to the statement. They have said that there are security concerns there, and therefore it is unlikely the team will be there, going there. But please do refer to the statement issued by the Board of Cricket Control in India. ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കാൻ ICC യോഗം ചേരുകയാണ്. സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിനൊപ്പമാണ് ICC എന്നാണ് സൂചന. തർക്കപരിഹാരത്തിന് ഹൈബ്രിഡ് മോഡലാണ് ICC മുന്നോട്ട് വെച്ചത്. ഇന്ത്യ ഉൾപ്പെടുന്ന മത്സരങ്ങൾ മറ്റൊരു വേദിയിൽ നടത്താനുള്ള ഈ നീക്കത്തോട് അനുകൂലമായല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ അത് പാകിസ്ഥാന് നികത്താനാകാത്ത നഷ്ടമായിരിക്കും വരുത്തുക. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷാ കാരണങ്ങൾ ഉയർത്തി ഇന്ത്യ പാകിസ്ഥാനിൽ കളിച്ചിട്ടില്ല. പാകിസ്ഥാനിൽ നടന്ന സ്ഫോടനങ്ങളും പ്രക്ഷോഭങ്ങളും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രക്ഷോഭങ്ങളെ തുടർന്ന് ശ്രീലങ്കൻ ടീമിന് 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പര പൂർത്തിയാക്കാതെ കഴിഞ്ഞ ദിവസം മടങ്ങേണ്ടി വന്നിരുന്നു. ICCയുടെ അന്തിമ തീരുമാനവും അതിനോടുള്ള PCBയുടെ പ്രതികരണവുമാണ് ഇനി നിർണായകം. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. ഇടവേള. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ടയിലെ +2 വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സഹപാഠി അറസ്റ്റിൽ. ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ് അറസ്റ്റിലായത്. ഇയാളുടെ പ്രായം 18 വയസ്സും 6 മാസവുമാണെന്ന് പോലീസ് വ്യക്തമാക്കി. നേരത്തെ പോസ്റ്റ്മോർട്ടത്തിൽ 17-കാരി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതോടെ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ശരണപാതയിൽ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. 67,562 അയ്യപ്പന്മാരാണ് 6 മണിവരെ 18ാം പടി കയറിയത്. തീർത്ഥാടകരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് വരുമാനത്തിലുമുണ്ടായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. ഈ മണ്ഡലക്കാലത്തെ ഏറ്റവും വലിയ തിരക്കിനാണ് ശബരിമല സന്നിധാനം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഏറ്റവും അധികം അയ്യപ്പന്മാർ സന്നിധാനത്തെത്തിയത്. 87,000-ലധികം പേർ 18ാം പടി ചവിട്ടിയെന്നാണ് പോലീസിന്റെ കണക്ക്. പക്ഷേ ഇന്ന് അതും മറികടക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകുന്നേരമാവുന്നതോടെ പമ്പയിൽ നിന്നും ഭക്തർ കൂടുതലായിട്ട് സന്നിധാനത്തേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ വഴിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ തന്നെ തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം അവധി ദിവസങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്താൻ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ 12 ദിവസത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ അയ്യപ്പന്മാർ എത്തിയെന്നാണ് ദേവസ്വം ബോർഡ് കണക്കുകൾ നിരത്തി വ്യക്തമാക്കുന്നത്. ആ ഒരു ഭക്തരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ശബരിമലയിലെ വരുമാനത്തിലും മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. 16 കോടിയോളം രൂപ അധികമായിട്ട് ഈ 12 ദിവസം കൊണ്ട് ദേവസ്വം ബോർഡ് ലഭിച്ചുവെന്നാണ് വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 3.5 ലക്ഷം ആളുകൾ അധികമായി വന്നിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 15,50,00,000-ലധികം രൂപ അധിക വരുമാനമായി വന്നിരിക്കുന്നു. ഇപ്പോൾ സന്നിധാനത്ത് ദീപാരാധന നടക്കുകയാണ്. അതിലേക്ക്
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം. നമസ്കാരം.